പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇനി ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റാണ് വായിക്കുന്നത്. അത് മറ്റാരുടെയുമല്ല. ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു ഷൂറ കമ്മിറ്റിയുണ്ട്. അതായത് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നിശ്ചയിക്കുന്ന ഷൂറ കമ്മിറ്റി. അപ്പോൾ ഈ ജമാഅത്തെ ഇസ്ലാമിയെ ഇങ്ങനെ നിരന്തരം വെള്ളപൂശിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ. ജമാഅത്തെ ഇസ്ലാമി അവരുടെ ഭരണഘടനയിൽ തന്നെ പറയുന്നുണ്ട്, ഇസ്ലാമിക റിപ്പബ്ലിക് സ്ഥാപിക്കുക എന്ന ഒരേ ഒരു ലക്ഷ്യമാണ്, അതിനുവേണ്ടി മാത്രമാണ് അവർ മുന്നോട്ട് പോകുന്നത്. പക്ഷേ വി.ഡി. സതീശൻ പറയുന്നത് അവർ പഴയ ആ ലക്ഷ്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്, ഇപ്പോൾ അവരൊക്കെ പത്തരമാറ്റും മതേതരവാദികളാണ്. അങ്ങനെയാണ് ഈ ഷൂറ കമ്മിറ്റി ഈ കൂടിയാലോചനകളൊക്കെ തീരുമാനിക്കുന്ന, അവരുടെ അജണ്ടകളൊക്കെ കൃത്യമായി സെറ്റ് ചെയ്യുന്ന നമ്മുടെ നമ്മുടെ മീഡിയ വണ്ണിലെ ദാവൂദൊക്കെ ആ ഷൂറ കമ്മിറ്റി അംഗമാണ്. അപ്പോൾ അവരെല്ലാവരും കൂടിയാണ് ഈ അജണ്ട നിശ്ചയിക്കുന്നത്. ഈ ഇതിലെ പ്രധാനപ്പെട്ട ഒരു വോയിസാണ് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന്. അദ്ദേഹം 5 ദിവസം മുമ്പ് പറഞ്ഞത്, ഒരുപക്ഷെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അത് കേട്ട് കാണും. ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ സത്യവിശ്വാസികൾ തള്ളിപ്പറയും. പ്രവാചകനാണ് ഇസ്ലാമിക് റിപ്പബ്ലിക്കിൻ്റെ സ്ഥാപകൻ. അതിൻ്റെ ആസ്ഥാനം മദീനയായിരുന്നു. ഒരു തുള്ളിച്ചോര പോലും ചിന്താതെയാണ് അത് സ്ഥാപിതമായത്. അതിൻ്റെ നായകനെ അന്നാട്ടുകാർ സ്വാഗതമോദി സ്വീകരിക്കുകയായിരുന്നു. തങ്ങളുടെ ഭരണാധികാരിയാക്കുകയായിരുന്നു. തങ്ങളുടെ നാടിന് അദ്ദേഹത്തിൻ്റെ പേര് നൽകുകയായിരുന്നു, മദീനത്തു നബി. അത് ഒരു ആദർശാധിഷ്ഠിത മാനവിക ബഹുസ്വര രാഷ്ട്രമായിരുന്നു. അവിടുത്തെ മുസ്ലിം ജനസംഖ്യ 15% മാത്രമായിരുന്നു. ചരിത്രത്തിലെ എക്കാലത്തെയും സമാനതകളില്ലാത്ത ആ റിപ്പബ്ലിക്കിൻ്റെ ഭരണാധികാരി ഉമറുൽ ഫാറൂഖിൻ്റെ കാലത്ത് മുസ്ലിം ജനസംഖ്യ 4% താഴെയായിരുന്നു. ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ വിമർശിക്കുന്നവർ അതിനെ പഠനവിധേയമാക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. മുത്തുനബിയെ ഇത്തിരിയെങ്കിലും സ്നേഹിക്കുന്ന ഒരു സത്യവിശ്വാസിക്കും അതിനെ തള്ളിപ്പറയാനാവില്ല. അതായത് മതേതര ചാപ്പ ഇങ്ങനെ നിരന്തരം വൈറ്റ് വാഷ് അടിച്ചുകൊണ്ടിരിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ മനസ്സിലിരിപ്പാണ് ഷൂറ കമ്മിറ്റി അംഗം കൂടിയായ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് കൃത്യമായി വടിപൊത്ത അക്ഷരത്തിൽ വിളിച്ചു പറയുന്നത്. പക്ഷേ അപ്പോഴും അവരൊക്കെ കോൺഗ്രസ്സിന് മതേതരവാദികളാണ്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ആ വാർത്തയിലേക്കാണ് പോകുന്നത്. ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ സർക്കാർ സ്കൂളിലേക്ക് നുഴഞ്ഞു കയറാനുള്ള ശ്രമങ്ങളുമായി എത്തിയിരിക്കുകയാണ്. പുതിയ തന്ത്രമൊക്കെ ആവിഷ്കരിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ഇവർക്ക് മലർവാടി ബാലസംഘം എന്നൊരു കുട്ടികളുടെ ഒരു സംഘടനയുണ്ട്. അപ്പോൾ ആ സംഘടനയുടെ പേരിൽ ചിത്രരചനാ മത്സരം സംഘടിപ്പിക്കുക എന്ന പരിപാടികളൊക്കെയാണ് ഇപ്പോൾ ആസൂത്രണം ചെയ്യുന്നത്. അതായത് സജീവമായി തന്നെ നുഴഞ്ഞു കയറുക. ജമാഅത്തയുടെ പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് അധ്യാപകരിൽ നിന്ന് മറച്ചുവെച്ചാണ് പുതിയ നീക്കം. വിവരങ്ങളുമായി അനക ഹർഷൻ ചേരുകയാണ്. അനക, ഇവരുടെ പ്രധാനപ്പെട്ട ഒരു മോഡസ് ഓഫ് ഓപ്പറേണ്ടി അത് തന്നെയാണ്. കാരണം പ്രത്യക്ഷത്തിൽ നമുക്ക് തോന്നുക ഇവർ ഭയങ്കരമായിട്ടൊരു മതേതരവാദികളാണ്. കാരണം ഇവരുടെ മലർവാടി ബാലസംഘം, അതിലൊക്കെ എന്തെങ്കിലും ഒരു അസ്വാഭാവികത ആർക്കും കാണാൻ സാധിക്കില്ല. വെൽഫെയർ പാർട്ടി, അതിലെന്താണ് പ്രശ്നം എന്നൊക്കെ തോന്നും. പക്ഷേ എത്രത്തോളം വലിയ മതരാഷ്ട്രവാദികളാണ്, എത്രത്തോളം വലിയ വർഗീയവാദികളാണ് ഇവരൊക്കെ തന്നെയെന്ന് ഇവരെക്കുറിച്ച് പഠിച്ചാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. എന്തായാലും ഈ പുതിയ പേരിൽ ഈ മലർവാടി ബാലസംഘം നേരത്തെ പ്രവർത്തനമൊക്കെ ഉണ്ട്. ഈ സംഘത്തിൻ്റെ പേരിൽ ഈ സർക്കാർ സ്കൂളിലേക്ക് നുഴഞ്ഞു കയറാനുള്ള ഇവരെ നീക്കം അതെങ്ങനെ വിലയിരുത്താം അനക? നേരത്തെ ശ്യാം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പേര് മലർവാടി ബാലസംഘം, ഈ പേരിൽ പോലും ഒരു അസ്വാഭാവികതയും നമുക്ക് തോന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ ഈ മലർവാടി ബാലസംഘം ഇത് സംഘടിപ്പിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ്. ഈ പോസ്റ്ററിന്റെ ഏറ്റവും അവസാന ഭാഗത്ത് മാത്രമാണ് ഈ ജമാഅത്തെ ഇസ്ലാമിയുമായി ഈ മലർവാടി ബാലസംഘത്തിന് ബന്ധമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഈ മലർവാടി ബാലസംഘം ഈ കേരളത്തിലെ പ്രത്യേകിച്ച് മലബാർ മേഖലയിലെ സർക്കാർ സ്കൂളുകളിലേക്ക് എത്തുന്നു. ഇവർ ഒരു നോട്ടീസ് സർക്കാർ സ്കൂളിലെ അധ്യാപകർക്ക് നൽകുന്നു. ഇത്തരത്തിൽ മലർവാടി ബാലസംഘം ഒരു ചിത്രരചനാ മത്സരം സംഘടിപ്പിക്കുന്നുണ്ട്. ഈ കുട്ടികൾക്ക് ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്ക് അതിൽ പങ്കെടുപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വളരെ നിഷ്കളങ്കമായിട്ടുള്ള ഒരു ഇടപെടലാണ് സർക്കാർ സ്കൂളിലെത്തി ഇവർ നടത്തുന്നത്. ഇതിന്റെ ഭാഗമായി സ്കൂളിലെ പ്രധാന അധ്യാപകർ ഈ ചിത്രരചനയുമായി ബന്ധപ്പെട്ട ഈ പോസ്റ്റർ നോട്ടീസ് ബോർഡിൽ പതിക്കുന്നു. സ്കൂളിലെ ചില കുട്ടികൾ, ഇതുമായി താല്പര്യപ്പെടുന്ന കുട്ടികൾ, ഇതിൽ ഒരു ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ കയറി തങ്ങളുടെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് ഇതിന്റെ ഒരു നടപടി, ഇങ്ങനെയാണ് ഇത് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. അങ്ങനെ പരിശോധിക്കുന്ന സമയത്താണ് ഈ മലർവാടി ബാലസംഘം ഇതിന്റെ നടത്തിപ്പാരാണ്, ഇതിന്റെ പുറകിൽ ആരാണ് എന്ന് പരിശോധിക്കുന്ന സമയത്താണ് നമുക്ക് ഗൂഗിളിൽ തന്നെ നെറ്റിൽ തന്നെ അടിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ പേരിനൊപ്പം തന്നെ അവരാണ് ഈ മലർവാടി ബാലസംഘം എന്ന പേരിൽ ഇത് നടത്തുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ഇതുമായി ബന്ധപ്പെട്ട് സ്കൂളിലെ പ്രധാന അധ്യാപകരോട് ഈ കാര്യം പറയുന്ന സമയത്ത് ജമാഅത്തെ ഇസ്ലാമി, അതായത് മതരാഷ്ട്രവാദികളായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയാണ് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കുന്നത് എന്ന് തങ്ങൾക്ക് അറിയില്ല എന്നുള്ളതാണ് പറയുന്നത്. മറ്റൊന്ന്,
ഇവരിങ്ങനെ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് പരിപാടികൾ നടത്തണമെങ്കിൽ പെർമിഷൻ എടുക്കണം, മുകളിൽ നിന്നടക്കം വലിയ പെർമിഷൻ എടുക്കണം. അത്തരം പെർമിഷനുകളൊക്കെ ഇവർ എടുത്തിട്ടുണ്ട് എന്നുകൂടി പ്രധാന അധ്യാപകൻ പറയുന്നുണ്ട്. അങ്ങനെ ഇത്തരത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധമുള്ള അല്ലെങ്കിൽ അവരുടെ പോഷക സംഘടന സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ചിത്രരചനാ മത്സരം അടക്കമുള്ളവ നടത്തി സ്കൂളിലെ കുട്ടികളിലേക്ക് നുഴഞ്ഞു കയറാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട് എന്നുള്ള ഗുരുതര സാഹചര്യം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇങ്ങനെ സ്കൂളുകളിലേക്ക് ഒരു സംഘടന എത്തി കുട്ടികളിലേക്ക് ഇത്തരത്തിൽ കാര്യങ്ങൾ പറയുന്ന സമയത്ത് അവരുടെ പുറകിൽ ആരാണ്, അല്ലെങ്കിൽ ആ സംഘടന എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് എന്തുകൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് പരിശോധിക്കുന്നില്ല എന്നൊരു ചോദ്യം ഇവിടെ ഉയരുകയാണ്. ഇത്തരത്തിൽ ഏത് സംഘടനകൾക്ക് വേണമെങ്കിലും നമ്മുടെ സ്കൂളിലെ കുട്ടികളിലേക്ക് ഇങ്ങനെ നുഴഞ്ഞു കയറാൻ കഴിയുമോ എന്നുള്ള ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ് യുവമോർച്ച അടക്കമുള്ള സംഘടനകൾ രംഗത്ത് വരുന്നത് എന്നുള്ളതാണ്. ഇന്നാണ് ഈ മലർവാടി ബാലസംഘം എന്ന പേരിൽ ചിത്രരചനാ മത്സരങ്ങൾ സംഘടിപ്പിക്കുക. നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ വളരെ നിഷ്കളങ്കമായി തോന്നുമെങ്കിലും കുട്ടികൾക്കിടയിലേക്ക് ഇത്തരത്തിലൊരു നുഴഞ്ഞുകയറ്റം അതിനുള്ള ശ്രമമാണ് ഇവിടെ നടത്തുന്നത്. മാത്രമല്ല ഇതുവഴി കേരളത്തിലെ ലക്ഷക്കണക്കിനുള്ള കുട്ടികളുടെ വിവരങ്ങൾ അത് സ്കൂളുകളിൽ നിന്ന് തന്നെ ഇവർക്ക് അനായാസം ശേഖരിക്കാൻ സാധിക്കും. അതുവഴി ഒരു ഇടപെടൽ നടത്താൻ സാധിക്കും. അത് തന്നെയായിരിക്കാം ഒരുപക്ഷെ ഈ മലർവാടി ബാലസംഘം എന്ന പേരിൽ ഒരു പുതിയ പേരിട്ടുകൊണ്ട് ഇത്തരത്തിലൊരു നീക്കം നടത്താൻ ജമാഅത്തെ ഇസ്ലാമിക്ക് കഴിയുന്നത്, അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള ഒരു നീക്കമാണ് എന്നുള്ളതാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് യുവമോർച്ച അടക്കം വലിയ രീതിയിൽ രംഗത്ത് വരുന്നുണ്ട്. ആരാണ് ഇവർക്ക് ഇങ്ങനെ പെർമിഷൻ കൊടുത്തത്? മതരാഷ്ട്രവാദികളെന്ന് നമ്മുടെ സംസ്ഥാന സർക്കാർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം വർഗീയവാദികളെന്ന് ചാപ്പകുത്തി മാറ്റി നിർത്തണമെന്ന് പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള ഒരു സംഘടനകൾ നടത്തുന്ന ഇത്തരം മലർവാടി ബാലസംഘം ചിത്രരചന നമ്മുടെ സർക്കാർ സ്കൂളുകളുടെ പേരിൽ അല്ലെങ്കിൽ അവിടെ നടത്താൻ അനുവദിക്കാൻ പാടുണ്ടോ എന്നുള്ള കാര്യമൊക്കെ തന്നെ ഉയരുന്നുണ്ട്. തീർച്ചയായും അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. കാരണം സർക്കാർ വിദ്യാഭ്യാസ വകുപ്പൊക്കെ ആരുടെ കയ്യിലാണ്? പിണറായി വിജയന്റെ കയ്യിൽ, LDFന്റെ കയ്യിൽ. അപ്പോൾ അവിടെയാണ് ജമാഅത്തെ ഇസ്ലാമിയെ പരസ്യമായി എതിർത്തുകൊണ്ട് രഹസ്യമായ ഒരു എന്താ പറയുക സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത്. അനക തീർച്ചയായും ശ്യാം, ഈ പരസ്യമായ ജമാഅത്തെ ഇസ്ലാമിയെ എതിർക്കുന്നു, പക്ഷെ രഹസ്യമായി ഇത്തരത്തിലുള്ള അന്തർധാരകൾ സജീവമാണ് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം പോലും ശ്യാം വായിച്ച ഫേസ്ബുക്ക് പോസ്റ്റ്, അത് ജമാഅത്തെ ഇസ്ലാമിയുടെ സജീവ നേതാവാണ്, മുതിർന്ന നേതാവാണ് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന്. അദ്ദേഹം അന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് മാത്രമല്ല അതിനു മുൻപും, അതായത് ഇസ്ലാമിക രാജ്യം വേണം, അവിടെ മാത്രമാണ് ഒരു ഇസ്ലാമിക പൗരന് അല്ലെങ്കിൽ ഒരു മുസ്ലിമിന്റെ പ്രാർത്ഥന പൂർത്തിയാകൂ എന്ന് പരസ്യമായി പറഞ്ഞുകൊണ്ട് പരസ്യമായി മതരാഷ്ട്രവാദത്തിന് ഒപ്പം നിന്ന് അദ്ദേഹത്തിന്റെ പ്രസംഗമൊക്കെ വലിയ രീതിയിൽ കേരളം ചർച്ച ചെയ്തത്. അങ്ങനെ ഒരാൾ, ഇങ്ങനെ പറയുന്ന ഒരാൾ ജമാഅത്തെ ഇസ്ലാമിന്റെ നേതാക്കളുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഗുരുതര സാഹചര്യം കേരളത്തിലുണ്ട്. അവരാണ് നമ്മുടെ സ്കൂൾ കുട്ടികൾക്കിടയിലേക്ക് കൂടി ഒരു നുഴഞ്ഞു കയറാനുള്ള ശ്രമം നടത്തുന്നത് എന്നുള്ളതാണ്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം കൂടിയാണ് ഈ മലർവാടി ബാലസംഘം എന്ന പേരിൽ ചിത്രരചനാ മത്സരം സംഘടിപ്പിക്കുന്നു. അതിന്റെ പുറകിൽ പ്രത്യക്ഷത്തിൽ ഇത് ജമാഅത്തെ ഇസ്ലാമിയാണെന്ന് എവിടെയും പറയുന്നില്ല, പക്ഷേ പുറകിലേക്ക് പോകുന്ന സമയത്താണ് ജമാഅത്തെ ഇസ്ലാമിയാണെന്ന് മനസ്സിലാകുന്നത്. എന്തായാലും വലിയ രീതിയിൽ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് യുവമോർച്ച അടക്കം ഉന്നയിച്ച് രംഗത്ത് വരുന്നുണ്ട് എന്നുള്ളതാണ് ശ്യാം.